ഇരിക്കാനായിട്ട്. കാരണം ദൈവത്തിൻ്റെ സ്നേഹവും സൗഖ്യവും കൂടുതൽ ലഭിക്കുന്നത് ആർക്കാണെന്നറിയോ? കർത്താവിനോട് ചേർന്ന് ഇരിക്കുന്നവർക്കാണ്. 12 ശിഷ്യന്മാരിൽ ഏറ്റവും കൂടുതൽ സ്നേഹം മേടിച്ചെടുത്തത് ആരാന്നറിയോ? ആരാ? 12 പേരിൽ ആരാണ് ഏറ്റവും കൂടുതൽ സ്നേഹം മേടിച്ചെടുത്തത്? യോഹന്നാൻ. യോഹന്നാൻ എപ്പോഴും ഈശോയുടെ അടുത്തിരിക്കുമ്പോൾ എവിടെ ഇരിക്കുള്ളൂ എന്നറിയോ? എവിടെ ചാരി ഇരിക്കുന്നു? എപ്പോഴും കർത്താവ് ഇങ്ങനെ ഈശോയോട് ചേർന്നിരിക്കും. അന്ത്യാത്താഴവേളയിൽ പോലും കർത്താവിന് മാറി ചാരി കിടന്നെന്നാണ് പറയും. കാരണം അത്രയ്ക്ക് സ്നേഹം വാങ്ങിച്ചെടുത്ത ശിശു. അതുകൊണ്ടാണ് മാതാവിനെ ആരെ ഏൽപ്പിച്ചത്? യോഹന്നാനെ തന്നെ ഏൽപ്പിച്ചു. വേറെ ആർക്കും ഈശോ കൊടുത്തില്ല. മാതാവ് യോഹന്നാനെ തന്നെ ഏൽപ്പിച്ചു. കാരണം ഈശോയ്ക്ക് അറിയാമായിരുന്നു തൻ്റെ സ്നേഹം ഏറ്റവും കൂടുതൽ വാങ്ങിച്ചെടുത്ത ആൾ യോഹന്നാനാണ്. ഇതുപോലെ നമ്മളും എപ്പോഴും എന്ത് ചെയ്യണം? ഞാൻ 6ാം ക്ലാസ്സിലും 5ലും 3ലൊക്കെ പഠിക്കുമ്പോൾ ഒരു മാതാവിൻ്റെ നാമത്തിലുള്ളൊരു പള്ളിയാണ് സെൻറ്റ് മേരീസ് പള്ളി, സെൻറ്റ് മേരീസ് ചർച്ച്. അപ്പം ഞങ്ങളുടെ സ്കൂളിൻ്റെ പേരും സെൻറ്റ് മേരീസ്. ആ സ്കൂളിലാണ് ഞാൻ പഠിച്ചത് കുഞ്ഞിൽ. അപ്പോൾ അന്നൊക്കെ തൊട്ടടുത്ത് ചാപ്പലുണ്ട്. അപ്പോൾ ഞാനെന്ത് ചെയ്യുന്നറിയോ? ഇൻ്റർവെൽ സമയത്തൊക്കെ പോകുമ്പോൾ ഞാൻ ഒരിക്കലും ഈ കളിച്ചിട്ടില്ല, ഡ്രിൽ പീരീഡിലൊന്നും കളിച്ചിട്ടില്ല. ഞാനെന്ത് ചെയ്യും? കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഈ അൾത്താരെ കയറി ഞാൻ ഇരിക്കും. അവിടെ കർട്ടനിട്ടിട്ടുണ്ട്. ആർക്കും അറിയില്ല. അന്നതുപോലെ ധ്യാനമൊന്നുമില്ല. പക്ഷേ എനിക്കറിയില്ല, എന്നെ ആരോ പ്രേരിപ്പിച്ച് കയറ്റിയിരുത്തിയതാണ്. മറ്റാരുമല്ല, ഈശോയാണ്. ഞാൻ എപ്പോഴും അൾത്താരെ പോയി ഇരിക്കുമായിരുന്നു സൈഡിൽ. ആരും കണ്ടിട്ടില്ല ഇന്ന് വരെ, ഏത് കുഞ്ഞു പ്രായത്തിൽ. അപ്പോൾ അന്ന് മുതൽ ഇപ്പോഴും ഞാൻ ഓർക്കും. ഞാനെപ്പോഴും നിൽക്കുന്നത് ഇപ്പോഴും എവിടെയാണ്? അൾത്താരയുടെ അടുത്താണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കും, എല്ലാ ദിവസവും എനിക്ക് അൾത്താരെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് വലിയ ഭാഗ്യമാണ്. ബലിവേദിയിൽ ഈ കഴിഞ്ഞ ദിവസം ഞാൻ പുറത്തു പോയപ്പോഴും ഞായറാഴ്ച കുർബാനയ്ക്ക് കുർബാനയുടെ ഇടയ്ക്ക് എന്നെ അൾത്താരെ കയറ്റി നിർത്തി പ്രസവിപ്പിച്ചു. അപ്പോൾ ഞാൻ ഇറങ്ങി വന്നപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു, സഹോദര ഇയാളുടെ ഭാഗ്യം ഭയങ്കരമാണ് കേട്ടാ, അൾത്താരയിൽ നിന്ന് അങ്ങനെ ഞായറാഴ്ച പ്രസവിക്കാൻ നോക്കുന്ന ഓർത്തു നോക്കി. അതിന് കാരണം എന്താണെന്ന് അറിയുമോ? ഞാൻ ഒറ്റ കാര്യം ചെയ്യുള്ളൂ, എപ്പോഴും എവിടെ ചെല്ലുമ്പോഴും ഇവിടെ അടുത്തടുത്ത് നിൽക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് ഞാനൊരു കാര്യം പറയട്ടെ, എവിടെ പോയാലും നമ്മൾ എന്ത് ചെയ്യണം? ഈശോയോട് ചേർന്നിരിക്കണം, അടുത്തിരിക്കണം. ഓക്കെ, പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ് പ്രൈസ് ദി ലോർഡ്. നമ്മൾ വിശുദ്ധ ബലി അർപ്പിച്ചു, അതാണ് വലിയ പ്രാർത്ഥന. എങ്കിലും നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? എഴുന്നേറ്റ് നിന്ന് നമ്മുടെ സമൂഹം ചെറുതാണെങ്കിലും കർത്താവിൻ്റെ മക്കൾ എവിടെ ഒന്നിച്ചു കൂടിയാലും അവരുടെ മധ്യേ ആരുണ്ട്? യേശുവുണ്ട്. കാരണം വചനം നമ്മളോട് പ്രകാരമാണ് പറയാം, 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ ഞാനുണ്ട്. അപ്പം ഇത് ചെറിയ സമൂഹമല്ല, വലിയ സമൂഹമാണ്. കാരണം കർത്താവിൻ്റെ സാന്നിധ്യം, കർത്താവ് വരുന്ന സ്ഥലം വലിയ സ്ഥലമാണ് അല്ലേ? അപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട, ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. ചില സ്ഥലങ്ങൾ, ചില വ്യക്തികളെ ദൈവം പ്രത്യേകം തിരഞ്ഞെടുക്കാറുണ്ട്. അപ്പം അങ്ങനെ തിരഞ്ഞെടുത്ത ഒരു ആലയത്തിലാണ് നമ്മൾ എത്തപ്പെട്ടിരിക്കുന്നത്. തമ്പുരാൻ നമ്മുടെ മധ്യത്തിലുണ്ട്, നമ്മുടെ കൂടെയുണ്ട്. നമുക്കെല്ലാം മറന്ന് നമുക്ക് അവനെ ഒന്ന് ആരാധിക്കാം, മഹത്വപ്പെടുത്താം. സാധിക്കുമെങ്കിൽ കണ്ണുകളൊക്കെ ഒന്ന് അടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഈശോയെ മാത്രം നമുക്ക് ഓർക്കാം. പരമപരിശുദ്ധനായ തമ്പുരാൻ, കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവിനെ കൂട്ടിക്കൊണ്ടുവരാം. ഈശോ പറഞ്ഞത് പ്രകാരമാണ്, ഞാൻ വാതിലിൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ ജീവിതത്തിലേക്ക് വരും. നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് യേശുവിനെ വിളിക്കാം. നമ്മുടെ ഹൃദയത്തിലേക്ക് യേശു കടന്നു വരട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കാനായിലെ വീട്ടിൽ, ആ കല്യാണ വീട്ടിൽ കർത്താവും പരിശുദ്ധ അമ്മയും ക്ഷണിക്കപ്പെട്ട അതിഥികളായിരുന്നു. അതുകൊണ്ടാണ് ആ കുടുംബത്തിൻ്റെ മാനക്കേട് കർത്താവ് ഏറ്റെടുത്തത്. നമുക്കും നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് യേശുവിനെ ക്ഷണിക്കാം. വാതിലിൽ വന്ന് കർത്താവ് മുട്ടുകയാണ്. തുറന്നു കൊടുക്കേണ്ടത് ഞാനും നിങ്ങളുമാണ്. നമുക്ക് നമ്മുടെ ഹൃദയത്തിലെ വാതിലുകളെ തുറന്നു കൊടുക്കാം. ഈശോയോട് പറയാം, യേശുവേ വരയണമേ, യേശുവേ നിറയണമേ, യേശുവേ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരയണമേ. ദാഹത്തോടെ ഈ ഗാനത്തോടൊപ്പം ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
കർത്താവിനെ നമുക്ക് നമ്മുടെ ഹൃദയത്തിന്റെ നാഥനായി ക്ഷണിക്കാം. നീ വന്ന് ശാന്തിയേകൂ, നീ വന്ന് സൗഖ്യമേകൂ, നീ വന്ന് കൃപ നൽകൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ അരികിലൂടെ കടന്നു വരുന്നുണ്ട്. അവന്റെ സാന്നിധ്യം ഇപ്പോൾ നമ്മളിൽ നിറയുന്നുണ്ട്. നമുക്ക് ഈശോയെ യേശുവേ യേശുവേ എന്ന് വിളിക്കാം. നാവെടുത്ത് അധരം തുറന്ന് ഒന്ന് വിളിച്ച്, എൻ്റെ യേശുവേ എന്നൊന്ന് വിളിച്ച്, എൻ്റെ കർത്താവേ എന്നൊന്ന് വിളിച്ച്. എല്ലാ മക്കളും വിളിക്കട്ടെ കർത്താവേ. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മൾ ഇപ്പോൾ അനുഭവിച്ചറിയട്ടെ. അവൻ്റെ സ്പർശനം നമ്മൾ അനുഭവിച്ചറിയട്ടെ. അവൻ്റെ സൗഖ്യം ഇപ്പോൾ നമ്മളിലേക്ക് ഒഴുകപ്പെടുന്നുണ്ട്. കർത്താവ് നമ്മുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഏറ്റെടുക്കുന്നുണ്ട്. കർത്താവിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ ആവോളം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ 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 വിളിക്കട്ടെ. യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുനാമം ഉരുവിടുക, യേശുനാമം ഉരുവിടുക. യേശുവേ യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനെ തുടർന്ന് നമുക്ക് സ്തുതിക്കാം കർത്താവിനെ. കരങ്ങൾ ഉയർത്തി, കരങ്ങൾ ഉയർത്തി എല്ലാ മക്കളും സ്തുതിച്ച് യേശുവേ എന്ന് വിളിച്ച്. കർത്താവിന്റെ ശക്തി നിറയട്ടെ, കർത്താവിന്റെ സൗഖ്യം നിറയട്ടെ, കർത്താവിന്റെ കൃപ നിറയട്ടെ, കർത്താവിന്റെ കരുണ നിറയട്ടെ. ഭാരങ്ങൾ വിട്ടുപോകട്ടെ. വചനം കേൾക്കുന്നതിന് തടസ്സമുള്ള എല്ലാ ബന്ധനങ്ങളും കെട്ടുകളും അഴിയട്ടെ. പാപത്തിന്റെ കെട്ടുകൾ പൊട്ടിപ്പോകട്ടെ. സാത്താന്റെ രാജ്യം തകർന്നു വീഴട്ടെ. കർത്താവിന്റെ രാജ്യം വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ 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 ദൈവമേ ആരാധന, ദൈവമേ മഹത്വം, പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവേ നന്ദി. യേശുവേ ആരാധന. കർത്താവേ, നിന്റെ നാമത്തിന്റെ ശക്തി അനുഭവിച്ചറിയട്ടെ. കർത്താവേ, നിന്റെ കൃപ ഞങ്ങളിൽ നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, ശക്തി ഒഴുകട്ടെ, ഭാരങ്ങൾ വിട്ടുപോകട്ടെ, രോഗങ്ങൾ വിട്ടുപോകട്ടെ. ആകാശത്തിന്റെ കീഴിൽ രക്ഷയ്ക്കായിട്ട് മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. യേശുവിന്റെ നാമമല്ലാതെ, യേശുവിന്റെ നാമമല്ലാതെ ആകാശത്തിന്റെ കീഴിൽ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ 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 ആബാ ആബാ യേശുവേ 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 ഹല്ലേലൂയ, യേശുവേ യേശുവേ. ചേർന്ന് പാടാം. എല്ലാവരും ചേർന്ന് ഇനിയുള്ള സമയങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. കേൾക്കുന്ന വചനങ്ങൾ സ്വീകരിക്കുവാൻ കർത്താവേ ഞങ്ങൾക്ക് ജ്ഞാനം തരണമേ, അഭിഷേകം തരണമേ, ഉണർവും ശക്തിയും തരണമേ. ക്ഷീണവും ഭാരവും എല്ലാം മാറിപ്പോകട്ടെ. കർത്താവിൻ്റെ വചനം രുചിച്ചറിയുവാൻ, സ്വീകരിക്കുവാൻ കൃപ തരണമേ. അമ്മേ മാതാവേ, അമ്മയുടെ സാന്നിധ്യവും പ്രാർത്ഥനയും എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. നമുക്കൊന്നിയേർന്ന് നമ്മെ വിളിച്ചപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി,
നമുക്ക് നമ്മളെ തന്നെ ആശീർവദിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പ്രൈസ് ദി ലോർഡ്. നമുക്കിരിക്കാം. മടുപ്പ് ഉണ്ടോ? ഓക്കെ, നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം അതിൻ്റെ 10 മുതലുള്ള തിരുവചനമാണ്. ഞാൻ ഇനി നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഇങ്ങനെ വരുമ്പോൾ നിങ്ങളൊരു നോട്ട് ബുക്കും പേനയൊക്കെ കൊണ്ടുവരുന്നത് നല്ലതാണ്. പറ്റുമെങ്കിൽ ആ ബൈബിളും കൂടെ ഒന്ന് എന്ത് ചെയ്യണം? എടുക്കണം. ബൈബിളുണ്ടോ? ഉണ്ട്. ഓക്കെ, അതെടുക്കണം കേട്ടോ. അമ്മച്ചിമാരൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ, പിള്ളേരൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യണം? വീട്ടിൽ ബൈബിളുണ്ടാ? ഉണ്ട്. അപ്പോൾ ബൈബിളൊക്കെ എടുത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകണം കേട്ടോ. അപ്പോൾ എന്തിനാണെന്നറിയോ? ഈ ദൈവത്തിൻ്റെ വചനത്തിന് എപ്പോഴും എന്തുണ്ട്? ശക്തിയുണ്ട്, ജീവനുണ്ട്. ഞാൻ എന്ന് ഈ ബൈബിള് കൈകൊണ്ടെടുത്തോ അന്ന് മുതൽ അനുഗ്രഹം മാത്രമേ എൻ്റെ ജീവിതത്തിലുള്ളൂ, നന്മ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ സുവിശേഷം പറയാം. ഉദാഹരണം ഇന്നിപ്പോൾ ഞാൻ സുവിശേഷം പറയാൻ വന്നതാണ്. ഇനി സുവിശേഷം പറയാതെ ഒരു സ്ഥലത്ത് ഒരു ഹോസ്പിറ്റലിൽ പോകുന്ന കുട്ടിക്കും ഞാൻ ബാഗിൽ എന്തെടുത്ത് വെക്കും? ബൈബിൾ എടുത്തു വെക്കും. കറക്റ്റ് പോകുന്ന വഴിക്ക് ദൈവം എനിക്ക് അതിനുള്ള അവസരം തരും, ഏത് പ്രാർത്ഥിക്കാൻ. അപ്പോൾ എവിടെ പോയാലും ഞാൻ ബൈബിൾ എടുക്കും. അതുകൊണ്ട് നമ്മൾ ഇവിടെ വരുമ്പം എന്തെടുക്കണം? ബൈബിൾ എടുക്കണം. ഇപ്പം നമ്മൾ റേഷൻ മേടിക്കാൻ പോയാൽ എന്തെടുക്കും? ബൈബിൾ. കാർഡ് എടുക്കും. കറക്റ്റ് കാർഡില്ലാതെ അവിടെ ചെന്ന റേഷൻ കിട്ടുമോ? പറ, ഇല്ല. അപ്പം നമ്മളെന്തെടുക്കും? കാർഡ് എടുക്കും. ബാങ്കിൽ പോയാൽ എന്തെടുക്കും? തിരിച്ചറിയൽ കാർഡ് എടുക്കും. അപ്പം നമ്മുടെ തിരിച്ചറിയൽ കാർഡാണ് ഏതാണ്? ഉണ്ടെന്നില്ല. ബൈബിള്. ബൈബിള് കാണുമ്പോഴാണ് ആളുകൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉണ്ടെന്ന് പറ, തിരിച്ചറിയുന്നത്. കറക്റ്റ്. ഇപ്പം നിങ്ങളെ ആരും എന്ത് ചെയ്യുന്നില്ല, തിരിച്ചറിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ദൈവത്തിൻ്റെ വചനം നമ്മുടെ കയ്യിൽ ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഇനി ഞാനിവിടെ വരുമ്പം എന്ത് ചെയ്യണം? എന്നോട് അച്ഛൻ പറഞ്ഞത് ഇവിടുത്തെ മക്കളൊക്കെ ഇങ്ങനെ ജനം ഭയങ്കര കൃപയുള്ളവരാണ്, ഭയങ്കര അഭിഷേകമുള്ളവരാണ്. പക്ഷെ ഞാനിവിടെ വന്നിട്ട് അത്രയും എന്ത് കണ്ടില്ല. ഓക്കെ, അപ്പം നമുക്ക് വചനത്തിലേക്ക് കടന്നില്ല. മർക്കോസ് എൻ്റെ ഒരു ക്ലാസ്സിൻ്റെ പ്രത്യേകത, ഞാനിങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പം നിങ്ങൾ എന്നോട് എന്ത് ചെയ്യണം? മറുപടി പറയണം. പിള്ളേരധികം പറയണ്ട കേട്ടാ, മുതിർന്നവർ പറഞ്ഞാൽ മതി. കാരണം ഒന്നാമതെ നല്ല ചൂടുണ്ട്. അപ്പോൾ ഈ ചൂടത്തിരുന്ന് വചനം കേട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഇനി ശുദ്ധീകരണ സ്ഥലത്ത് പോകേണ്ട ആവശ്യം വരികയില്ല. കാരണം ഇത്രയും ചൂടത്ത് ഇങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമുക്ക് മടുപ്പുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ധ്യാനം ഇഷ്ടമാണോ? അതെ. പണ്ടൊരു ധ്യാനഗുരുവിനെയും ഒരു ചെറുപ്പക്കാരനെയും തൂക്കിക്കൊല്ലാൻ തൂക്കിക്കൊല്ലാൻ. അപ്പം തലേ ദിവസം ആരാച്ചാര്യ ചോദിച്ചു, അവസാനത്തെ ആഗ്രഹം എന്നാണ്. അപ്പം ധ്യാനഗുരു പറഞ്ഞു, ഒരു ഞായറാഴ്ചയും കൂടെ പ്രസംഗിച്ചിട്ട് വേണം എന്നെ തൂക്കിക്കൊല്ലാൻ. അപ്പം ചെറുപ്പക്കാരൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് മുമ്പ് എന്നെ തൂക്കിക്കൊല്ലണം. അപ്പം ഈ പ്രസംഗം എന്ന് പറയുന്നത് അത്ര സുഖകരമായ കാര്യം അല്ല. അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് എന്തുണ്ടാവും? മടുപ്പുണ്ടാവും. പിന്നെ ഞാൻ പറയുന്ന ഇത്തിരി കട്ടിയായ കാര്യമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യരുത്? ഉറങ്ങിയേക്കരുത്. മടുക്കുമ്പോൾ നല്ല പച്ചവെള്ളം ഉണ്ട്, പോയി കുടിക്കുക, മുഖം കഴുകുക കേട്ടോ. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. പറഞ്ഞു പ്രൈസ് ദി ലോർഡ്. മർക്കോസിൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം 10 മുതലുള്ള തിരുവചനം. മർക്കോസ് 4:10 ഞാനൊന്ന് വായിക്കാം. അവൻ തനിച്ചായപ്പോൾ 12 പേരും കൂടെയുണ്ടായിരുന്ന മറ്റുള്ളവരും ഉപമകളെക്കുറിച്ച് അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ദൈവരാജ്യത്തിൻ്റെ രഹസ്യം നിങ്ങൾക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്. പുറത്തുള്ളവർക്കാകട്ടെ എല്ലാം ഉപമകളിലൂടെ മാത്രം. അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും, അങ്ങനെ അവർ മനസ്സു തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണ് അത്. വായിച്ചത് വല്ലതും പിടികിട്ടിയോ? മനസ്സിലായോ? ഇല്ല, ഒന്നും കൂടെ ഞാൻ വായിക്കാം. അവൻ തനിച്ചായപ്പോൾ 12 പേരും കൂടിയുണ്ടായിരുന്ന മറ്റുള്ളവരും ഉപമകളെ കുറിച്ച് അവനോട് ചോദിച്ചു. അവൻ തനിച്ചായപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ? പകലത്തെ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് കർത്താവും ശിഷ്യന്മാരും കൂടെ എന്ത് ചെയ്യുന്നു? വിശ്രമിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു?
അവൻ തനിച്ചായപ്പോൾ 12 പേര്. 12 പേരെന്ന് പറയുന്ന ആരാണ്? ശിഷ്യന്മാരാണ്. 12 പേരെന്ന് പറയുന്ന ആരാണ്? ശിഷ്യന്മാർ. 12 പേരും കൂടിയുണ്ടായിരുന്ന മറ്റുള്ളവരും എന്തിനെ കുറിച്ചാണ് ചോദിച്ചത്? ഉപമകളെ കുറിച്ച് അവനോട് ചോദിച്ചു. അവൻ എന്താ പറഞ്ഞത്? ശ്രദ്ധിച്ചേ, ഈശോ പഠിപ്പിച്ചതെല്ലാം എങ്ങനെയാണ്? ഉപമകളിലൂടെയാണ്. ഉദാഹരണം പറയാം, ധൂർത്തുപുത്രന്റെ ഉപമ. അതൊരു കഥയാണ്, സംഭവമല്ല. പിതാവിന്റെ സ്നേഹം കാണിക്കാൻ ഈശോ കാണിച്ചു തന്നൊരു കഥയാണ് ധൂർത്തുപുത്രന്റെ ഉപമ. കാണാതായ ആടിന്റെ ഉപമ. അതെന്താണ്? ആട്, ഇസ്രായേൽക്കാര് ആട്ടിടയന്മാരാണ്. അതുകൊണ്ട് ആടിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിച്ചു. ആടിന്റെ ഉപമ, കാണാതായ ആടിന്റെ ഉപമ, അതൊരു കഥയാണ്. നാണയത്തിന്റെ ഉപമ, അതുപോലെ ഒരു വിവാഹ വിരുന്നിന്റെ ഉപമ. അപ്പൊ ഈശോ പഠിപ്പിച്ചതെല്ലാം എങ്ങനെയാണ്? പറ, ഉപമകളിലൂടെയാണ്. അപ്പൊ അവര് ചോദിച്ചു. എന്താ ചോദിച്ചത്? ഉപമകളെ കുറിച്ച് അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ദൈവരാജ്യത്തിന്റെ രഹസ്യം നിങ്ങൾക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ആർക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്? കേട്ടില്ല? ശിഷ്യന്മാർക്കെന്ന് അവിടെ പറഞ്ഞോ? ഇല്ല. പറയാത്ത കാര്യം നിങ്ങളോട് ആരാ പറയാൻ പറഞ്ഞത്? ഒന്നും കൂടെ ഞാൻ പറയാം. ദൈവരാജ്യത്തിന്റെ രഹസ്യം നിങ്ങൾക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ആർക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്? കേട്ടില്ല? ജനത്തിന് അവിടെ പറഞ്ഞോ? ഈ പറയാത്ത കാര്യം നിങ്ങളോട് ആരാ പറയാൻ പറഞ്ഞു? ഒന്നും കൂടെ ഞാൻ വായിക്കാം. ദൈവരാജ്യത്തിന്റെ രഹസ്യം നിങ്ങൾക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ആർക്കാണ്? നിങ്ങൾക്ക്. ഇപ്പൊ പിടികിട്ടി. ആർക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്? നിങ്ങൾക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്. അടുത്തത്, പുറത്തുള്ളവർക്കാകട്ടെ എല്ലാം ഉപമകളിലൂടെ മാത്രം. അപ്പൊ ഉപമകൾ പറഞ്ഞത് ആരോടാണ്? ഉറക്കെ പറ. പുറത്തുള്ളവരോട്. അപ്പൊ 2 കൂട്ടരുണ്ട്. ഒന്നാരാണ്? പറ. നിങ്ങളും പുറത്തുള്ളവരും. ശ്രദ്ധിച്ചോണം, ശ്രദ്ധിച്ചാലേ കിട്ടുള്ളൂ. ദൈവരാജ്യത്തിന്റെ രഹസ്യം നിങ്ങൾക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ദൈവരാജ്യത്തിന്റെ രഹസ്യം നൽകപ്പെട്ടത് ആർക്കാണ്? നിങ്ങൾക്ക്. ഉപമകൾ പറഞ്ഞത് ആരോടാണ്? പുറത്തുള്ളവരോട്. അപ്പൊ 2 കൂട്ടരുണ്ട്. ഒന്നാരാണ്? നിങ്ങളും പുറത്തുള്ളവരും. ശ്രദ്ധിച്ചേ, ദൈവരാജ്യത്തിന്റെ രഹസ്യം നിങ്ങൾക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ഉപമകളെ കുറിച്ച് അവൻ പറഞ്ഞു, ദൈവരാജ്യത്തിന്റെ രഹസ്യം നിങ്ങൾക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്. പുറത്തുള്ളവർക്കാകട്ടെ എല്ലാം ഉപമകളിലൂടെ മാത്രം. അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിൽ. ഈ പുറത്തുള്ളവരെ യേശു വിളിച്ച വാക്കാണ് അവർ. അപ്പൊ ഇനി പുറത്തുള്ളവരെന്ന് പറയരുത്, അവർ എന്ന് പറയണം കേട്ടോ. അപ്പൊ 2 കൂട്ടരുണ്ട്. ഒന്നാരാണ്? നിങ്ങളും അവരും. ദൈവരാജ്യത്തിന്റെ രഹസ്യം പറഞ്ഞത് ആരോടാണ്? ഉറക്കപ്പറ. നിങ്ങളോട്. ഉപമകൾ പറഞ്ഞത് ആരോടാണ്? ഉറക്കപ്പറ. അവരോട്. പുറത്തുള്ളവരെ ഈശോ വിളിച്ച വാക്കെന്താണ്? അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും, അങ്ങനെ അവർ മനസ്സു തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണ് അത്. അവരുടെ പ്രത്യേകത എന്ന് പറയുമോ? അവരെത്ര കേട്ടാലും കേൾക്കും, പക്ഷെ അവരെന്ത് ചെയ്യത്തില്ല? സ്വീകരിക്കത്തില്ല. അവരെത്ര കണ്ടാലും കാണും, പക്ഷെ അവര് മനസ്സിലാക്കത്തില്ല. കാരണം അവരാരാണ്? അവർ ആണ്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേരോട് ചോദിക്കട്ടെ, നിങ്ങളാണോ അവരാണോ? മക്കൾ പറയണ്ട കേട്ടാ. നിങ്ങളാണോ അവരാണോ? നിങ്ങൾ അല്ലേ? എന്നാ ഞാൻ അറിഞ്ഞാണ് കേട്ടാ. കാരണം നിങ്ങളാണെങ്കിൽ ഇപ്പൊ ഇവിടെ വചനം പറയേണ്ട കാര്യം ഇല്ല. എത്ര പെട്ടെന്നാണ് ഈ നമ്മൾ പറയുന്നത് നിങ്ങളാണ്. ആരാണ് ഈ നിങ്ങൾ? ആരാണ് ഈ അവർ? ആരാണ് നിങ്ങൾ? ആരാണ് ഈ അവർ? എടുത്തേ യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 11-ാമത്തെ തിരുവചനം. സിസ്റ്ററിന്റെ ബൈബിളുണ്ടോ? ഇല്ല. ബൈബിളുള്ള ആരെങ്കിലും ഉണ്ടോ? ഒന്ന് ഉറക്കെ വായിക്കാം. 5 വായിച്ചു. യോഹന്നാൻ 1:11. ഇങ്ങോട്ട് നോക്ക് കേട്ടോ. ബൈബിൾ മുട്ടിയല്ല, ഇതിൽ പുറകോട്ട് നോക്കണം. കൃപയുള്ളൊരു അരിയ വായിച്ചു. ഉറക്കെ വായിക്കണേ. അവൻ സ്വന്തം ജനത്തിന്റെ അടുത്തേക്ക് വന്നു. ആരാണ് സ്വീകരിക്കാത്തത്? അവർ. അപ്പൊ സ്വന്തം ജനത്തിൽ ആരുണ്ട്?
അവരുണ്ട്. അവൻ വന്നത് എങ്ങോട്ടാണ്? സ്വന്തം ജനത്തിന്റെ അടുത്തേക്കാ. എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. അപ്പൊ സ്വന്തം ജനത്തിൽ തന്നെ ആരുണ്ട്? അവരുണ്ട്. അപ്പൊ ഇവിടെ ഇരിക്കുന്നവരിൽ ആരുണ്ട്? ഉണ്ടെന്നില്ല, അവരുണ്ട്. മഠത്തിൽ ആരുണ്ട് സിസ്റ്ററെ? ആരുണ്ട്? അവരുണ്ട്. കണ്ടോ? ധ്യാനിപ്പിക്കുന്ന ധ്യാനഗുരുക്കന്മാരിലും ആരുണ്ട്? അവരുണ്ട്. അപ്പൊ വന്നത് എങ്ങോട്ടാ? സ്വന്തം ജനത്തിന്റെ അടുത്തേക്ക്. എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. അപ്പൊ സ്വന്തം ജനത്തിൽ ആരുണ്ട്? അവരുണ്ട്. ബാക്കി വായിച്ചു. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അപ്പൊ സ്വന്തം ജനത്തിൽ തന്നെ രണ്ടു കൂട്ടരുണ്ട്. ഒന്നാരാണ്? അവനെ സ്വീകരിക്കാത്തവർ. സ്വീകരിക്കാത്തവരെ യേശു വിളിച്ച വാക്കാണ് അവർ. ഇനി ഒരു കൂട്ടരോ അവനെ സ്വീകരിച്ചു. സ്വീകരിച്ചവർക്ക് ദൈവമക്കളാകാൻ അവൻ എന്തു കൊടുത്തു? കഴിവ് കൊടുത്തു. അവരെ യേശു വിളിച്ച വാക്കാണ് നിങ്ങൾ. ഇപ്പൊ പിടികിട്ടിയോ? അപ്പൊ സ്വന്തം ജനത്തിൽ തന്നെ ഇപ്പോഴും അവനെ എന്ത് ചെയ്യാത്തവരുണ്ട്? സ്വീകരിക്കാത്തവരുണ്ട്. സ്വീകരിക്കാത്തവരെ യേശു വിളിച്ച വാക്കാണ് അവർ. സ്വീകരിച്ചവർക്ക് ദൈവമക്കളാകാൻ കഴിവ് കൊടുത്തു. ദൈവമക്കളെ യേശു വിളിച്ച വാക്കാണ് നിങ്ങൾ. അപ്പൊ സ്വന്തം ജനത്തിൽ തന്നെ ഇപ്പോഴും ആരുണ്ട് സിസ്റ്ററെ? അവർ സ്വീകരിക്കാത്തവരുണ്ട്. അപ്പൊ ഇവിടെ ഇരിക്കുന്നവർ ആരുണ്ട്? അവരുണ്ട്. അവര് വരുന്ന എന്തിനാണെന്നറിയോ? അവരെ സ്വീകരിക്കാനല്ല. അവര് വരുന്നുണ്ടെന്നറിയോ? അവരെന്തിനാ വരുന്നത്? ഞാൻ കൂടെ വരുന്നത് എന്തിനാ? അവരുടെ പെണ്ണിന്റെ കല്യാണം നടക്കണം. കറക്റ്റ്. കൊച്ചിന്റെ വിസ എന്ത് ചെയ്യണം? ശരിയാകണം. പിന്നെ നടുവിന്റെ വേദന എന്ത് ചെയ്യണം? മാറണം. വീടിന്റെ പണി എന്ത് ചെയ്യണം? നടക്കണം. ഞാൻ അസീസിയിൽ ക്ലാസ് എടുത്തിട്ട് മുറി വന്നിരിക്കുമ്പോൾ ഒരച്ചായൻ കൗൺസിലിങ്ങിന് എൻ്റെ അടുത്ത് വന്നു. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിപ്പോൾ എനിക്ക് മനസ്സിലായി ഈ മനുഷ്യൻ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടല്ലോ ഇവിടെ. ഞാൻ ചോദിച്ചു, അച്ചായൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? പെട്ടെന്ന് എന്നോട് ചോദിച്ചു, സുനിലിന് എന്നെ മനസ്സിലായോ? ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, അന്ന് എന്തിനാ വന്നത്? അന്നൊരു 5 ഏക്കർ വസ്തു വിൽക്കാനുണ്ടായിരുന്നു ബ്രദറെ. ഇവിടെ വന്ന് ധ്യാനം കൂടി പ്രാർത്ഥിച്ചു. പിറ്റേ മാസം വസ്തു എന്ത് ചെയ്തു? വിറ്റു. പിന്നെ എന്നാ വരാഞ്ഞത്? പിന്നെ പ്രശ്നമൊന്നും ഉണ്ടായില്ല കേട്ടാ. അപ്പൊ ഇപ്പൊ എന്തിനാ വന്നത്? ഇപ്പം 2 പെൺപിള്ളേരുടെ വിവാഹപ്രായം ഒരുപോലെ എത്തി നിൽക്കുക. ഇതുവരെയും ഒരു നല്ല കേസും വന്നിട്ടില്ല. ധ്യാനം കൂടി പ്രാർത്ഥിച്ചു, പോയി, വിവാഹം നടന്നു. ഇനി എന്ന് വരും? ഇനി അടുത്ത പ്രശ്നം. കറക്റ്റ്. അടുത്ത പ്രശ്നം എന്താണെന്നറിയാവോ? കെട്ടിച്ച പെൺപിള്ളേർക്ക് ഇപ്പൊ എന്തില്ല? മക്കളില്ല. കറക്റ്റ്. നിങ്ങളും വന്ന് എന്തിനാ? അവരാണോ നിങ്ങളാണോ? പറയണോ? അവരാണോ നിങ്ങളാണോ? കണ്ടോ? ഇപ്പോ ഒറ്റയെണ്ണം വിടുന്നില്ല കേട്ടാ. സത്യത്തിൽ നമ്മൾ ആരാന്നല്ലോ? കേട്ടില്ല. അവരാണ്. കറക്റ്റാണ്. ഒന്ന് ഓർത്തു നോക്കിക്കേ, നമ്മളിപ്പോഴും ആരാണ്? അവരാണ്. എന്ന് വെച്ചാൽ പള്ളി വരുന്നതും ഈ കൺവെൻഷൻ കൂടാൻ വരുന്നതും ഈ പ്രാർത്ഥിക്കുന്നതും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാവോ? നമ്മുടെ ആവശ്യങ്ങൾ നടന്നു കിട്ടും. അങ്ങനെ വരുന്നവരെ ഈശോ വിളിച്ച വാക്കാണ് അവർ. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം അവൻ ദൈവമക്കളാകാൻ കഴിവ് കൊടുത്തു. അടുത്ത വചനം വായിച്ചേ. അവിടെ പറയുന്നുണ്ട്, അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നത്രേ. ഇരുന്നു എന്ന് പറഞ്ഞ വല്ലതും പിടികിട്ടിയോ? അതായത് യേശുവിനെ സ്വീകരിച്ച ദൈവമക്കള് നിങ്ങൾ ജനിച്ചത് എവിടെ നിന്നാണെന്നറിയോ? അവര് ജനിച്ചത് ദൈവത്തിൽ നിന്നാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ യേശുവിനെ സ്വീകരിക്കാനായിട്ട് പറ്റൂ. ഇനി
ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്ന മനുഷ്യർ ജനിച്ച് എവിടെ നിന്നറിയോ? അവർ ജനിച്ച് ദൈവത്തിൽ നിന്നല്ല, അവർ ജനിച്ച് പുരുഷന്റെ ഇച്ഛയിൽ നിന്ന്, സ്ത്രീയുടെ ഇച്ഛയിൽ നിന്ന്, ശരീരത്തിൽ നിന്ന്, രക്തത്തിൽ നിന്ന്. എന്തോ അതുകൊണ്ട് അവർക്ക് എന്തിന്റെ കാര്യം മാത്രം മതി? എന്തിന്റെ കാര്യം മതി? അവർക്ക് ശരീരത്തിന്റെ കാര്യം മാത്രം മതി. പ്രിയപ്പെട്ടവരെ, അവരോട് ദൈവരാജ്യത്തെ കുറിച്ച് എത്ര പറഞ്ഞു കൊടുത്താലും അവർക്ക് മനസ്സിലാകത്തില്ല. ശ്രദ്ധിച്ചു നോക്കൂ. അതുകൊണ്ടാണ് അവര് ധ്യാനം വന്നു കൂടും. മാറ്റം ഉണ്ടാകുമോ? ഇല്ല. ഇതിപ്പോ എത്രാമത്തെ ധ്യാനമാണ്? വല്ല മാറ്റമുണ്ടോ? ഒരു മാറ്റവും ഇല്ല. അതിന് കാരണം എന്താണെന്നറിയോ? അവര് വരുന്നത് സ്വീകരിക്കാനല്ല, അവനെ ഉപയോഗിക്കാനാണ്. അവരാണോ നിങ്ങളാണോ? വീണ്ടും എടുക്കാം നമുക്ക്. മത്തായിയുടെ സുവിശേഷം 10-ാമത്തെ അധ്യായം 9-ാമത്തെ തിരുവചനം ഒന്ന് വായിച്ച്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഉണ്ടോ? മത്തായി 10:9 കിട്ടിയ ഉറക്കെ വായിക്കും. 5 വായിച്ചു. വേറെ അതിന് ബൈബിളില്ല. അങ്ങനെയല്ല, നിർത്തി ഉറക്കെ വായിക്കണം. ആരുടെ? 5 ഒന്നുകൂടെ വായിച്ചേ. ആരുടെ? നിങ്ങളുടെ. അവരുടെ അല്ല, നിങ്ങളുടെ. അരപ്പട്ട എന്ന് പറയുമ്പോൾ അരഞ്ഞാണോ അല്ല കേട്ടാ, അരഞ്ഞാണോ അല്ല. ഇംഗ്ലീഷ് ബൈബിളിൽ പോക്കറ്റ് എന്നാ പറയുന്നത്. നിങ്ങളുടെ പോക്കറ്റിൽ എന്ത് കരുതരുത്? സ്വർണമോ വെള്ളിയോ ചെമ്പോ എന്ത് കരുതി വെക്കരുത്. എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഉപയോഗിക്കരുതെന്നല്ല, പിന്നെന്ത് ചെയ്യരുത്? ശേഖരിക്കരുത്. ആരുടെ? നിങ്ങളുടെ. ചോദിക്കട്ടെ, ഉണ്ടോ? ശേഖരിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അത് പറഞ്ഞപ്പോ ചാടിയിരുന്നു. ശേഖരിക്കാറുണ്ടോ എന്ന് നിങ്ങൾ പറയണം. നിങ്ങൾ ഭയങ്കര അഭ്യാസികളാണ് കേട്ടാ. നിങ്ങളുടെ അരപ്പട്ടയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ ശേഖരിക്കരുത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണെന്നറിയാവോ? ഈ ശേഖരിക്കുന്നവരൊക്കെ ആരാന്നറിയാവോ? യേശുവിനെ ഇതുവരെയും സ്വീകരിക്കാത്തവരാണ്. ശേഖരിക്കരുത്. ശേഖരിക്കാറുണ്ടോ? ഉണ്ട്. അപ്പൊ അവരാണോ നിങ്ങളാണോ? ഉണ്ടെന്നില്ല. ഞാൻ പണ്ടേ എൻ്റെ ധ്യാനം കൂടി കഴിയുമ്പോൾ എൻ്റെ കയ്യിൽ ഇവിടെ ഒരു ചെയ്യും, സ്വർണ്ണ ചെയ്യും, ഇവിടെ 2 മോതിരം. ഞാൻ ഇങ്ങനെയാണ് ഹാലലിയ പറഞ്ഞു. എൻ്റെ കഥകളെല്ലാം ഇടുക്കി കഥകളാണ് കേട്ടാ. അപ്പം എൻ്റെ കൂട്ടുകാരൻ, ഇടുക്കിന്നോട് കുമരകം പോലെയല്ല, ഭയങ്കര ദാരിദ്ര്യമാണ്. അപ്പം എൻ്റെ കൂട്ടുകാരൻ അവനോട്, ചേടാ എൻ്റെ പെങ്ങൾക്ക് ചെറുക്കൻ കാണാൻ വരാമോ? എങ്ങനെ വരണം? അപ്പൻ്റെ ചേട്ടൻ്റെ മകനായിട്ട് വരണം. ആര്? ഞാൻ. ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പ് ലീഡർ തോമസ് ചേട്ടൻ അപ്പൻ്റെ അനിയനും. ഈ തോമസ് ചേട്ടൻ്റെ പ്രത്യേകത എന്നറിയോ? പുള്ളി ധ്യാനം കൂടിയപ്പിനെ അധികം ആരോടും സംസാരിക്കാറില്ല. അതുകൊണ്ട് സംസാരിക്കുന്നത് മുഴുവൻ ആരാന്നറിയോ? അപ്പൻ്റെ ചേട്ടൻ്റെ മകൻ. ആര്? ഞാൻ. അപ്പം എന്നോട് പറഞ്ഞു, രാവിലെ വീട്ടിൽ വന്ന് കാപ്പി കുടിച്ചിട്ട് പോകാം, എറണാകുളം വരെ പോകണം ഇടുക്കിയിൽ നിന്ന്. കാപ്പി കുടിച്ചിട്ട് ഇറങ്ങിയപ്പോൾ ഇവൻ്റെ പെങ്ങൾ ഇവനപ്പം കുടിച്ചു മരിച്ചത് അപ്പൻ. ഇവന് 21 വയസ്സ്, എനിക്കും 21 വയസ്സ്. അപ്പം ഇറങ്ങുന്ന സമയത്ത് ഇവൻ്റെ പെങ്ങളെ അകത്തേക്ക് വിളിച്ചിട്ട് ഇവൻ ഇറങ്ങി വന്നപ്പം ഇവൻ്റെ മുഖം വാടിയിരിക്കുന്നു. ഞാൻ ചോദിച്ചു, എന്നെ പറ്റിയടാ? ഒന്നുമില്ല. പറയടാ, എന്നെ പറ്റി? വേറൊന്നും അല്ലടാ, അവള് പറഞ്ഞ എന്നാന്നറിയോ? അവൾക്ക് 31 വയസ്സുണ്ട്. ഏത് ചെറുക്കം വന്നാലും ഇഷ്ടപ്പെടും, പക്ഷേ കെട്ടിക്കാൻ എന്തില്ല? കാശില്ല. അതുകൊണ്ട് ഇവൻ പോയി കണ്ടിട്ട് എന്തെങ്കിലും പറഞ്ഞ് അത് തട്ടിക്കളയും. അതുകൊണ്ട് അവൾ അവസാനം പറഞ്ഞ വാക്കെന്നറിയോ? ഇതും കൂടെ ഉറപ്പിച്ചില്ലെങ്കിൽ ഏത് ചെറുക്കം വിളിക്കുന്നോ അവൻ്റെ കൂടെ ഞാൻ എന്ത് ചെയ്യും? ഇറങ്ങിപ്പോകും. അത് ഹിന്ദുവോ മുസ്ലിമോ ഒന്നുമില്ല, ആര് വിളിച്ചാലും ഞാൻ പോകും. കാരണം എനിക്ക് 31 വയസ്സുണ്ട്. പെട്ടെന്ന് അവൻ പറഞ്ഞു കേട്ടോ, അവളത് പറഞ്ഞില്ലെങ്കിൽ, കാരണം അതിന് 31, ഇവന് 21, അതിൻ്റെ കീഴോട്ട് പിന്നെയും നിൽക്കുക. അപ്പം ഇവൻ്റെയും കൂടെ വണ്ടിക്കൂലി ഞാനാ എടുത്തേക്കുന്നത്. ഞാനിങ്ങനെ ഹാലലിയൊക്കെ പറഞ്ഞിരിക്കുക. ചെറുക്കൻ്റെ വീട്ടിൽ ചെന്നു. അപ്പം ചെറുക്കൻ ഡൽഹി പോലീസിലാണ്, ഇവള് പ്രൈവറ്റ് നേഴ്സുമാണ്. അപ്പം എന്നോട് പറഞ്ഞേക്കുന്ന അപ്പൻ്റെ ചേട്ടൻ്റെ മകനായിട്ട് ഇങ്ങനെ ഇരുന്നാൽ മതി, അവൻ പറയുന്നതിനെല്ലാം ഞാൻ എസ് വെച്ചാൽ മതി. തോമസ് ചേട്ടൻ അപ്പൻ്റെ അനിയനും,
ഈ തോമസിയറിന്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ പുള്ളി ധ്യാനം കൂടിയ പിന്നെ അധികം ആരോടും സംസാരിക്കാറില്ല. അതുകൊണ്ട് സംസാരിക്കുന്നത് മുഴുവനും ആരാണ്? അപ്പൻ്റെ ചേട്ടൻ്റെ മകൻ, ആര്? ഞാൻ. അപ്പം ഞങ്ങളിങ്ങനെ റൗണ്ടിലിരിക്കുക. പെട്ടെന്ന് ഈ ചെറുക്കൻ്റെ അമ്മാവൻ ഇവനോട് ചോദിച്ചു, കാര്യത്തിലേക്ക് കടക്കുകയല്ലേ? അവൻ എന്നോട് ചോദിച്ചു, കാര്യത്തിലേക്ക് കടക്കുകയല്ലേ? ഞാൻ പറഞ്ഞു കടന്നേക്കാം. പെട്ടെന്ന് അയാൾ ഇവനോട് ചോദിച്ചു, എന്നാ കൊടുക്കും? അന്നേരം അവൻ എന്നോട് ചോദിച്ചു, എന്നാ കൊടുക്കും? ഞാൻ ചോദിച്ചു, എന്നാ കൊടുക്കണം? എന്നോട് കൂടെ വരാനേ പറഞ്ഞിട്ടുള്ളൂ. പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ ഇവൻ്റെ താടിയൊക്കെ ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട് കേട്ടാ. കാരണം കൊടുക്കാനൊന്നുമില്ല. ഞാനന്നേരം എൻ്റെ മനസ്സിൽ ഞാൻ പെട്ടെന്ന് ചാടി പറഞ്ഞു, അപ്പം മരിക്കാൻ നേരത്ത് 50,000 രൂപ ബാങ്കിൽ ഇട്ടിട്ടുണ്ട്, അത് കൊടുക്കും. അപ്പം കുടിച്ചാൽ മരിച്ചത്. രാവിലെ 6 മണിക്ക് മരിച്ചിട്ട് 11 മണിക്കാണ് ബോഡി കൊണ്ടുപോയത്. കാരണം പെട്ടി മേടിക്കാൻ കാശില്ലായിരുന്നു. ആ അപ്പനാണ് 50,000 രൂപ എവിടെ ഇട്ടിരിക്കുന്നത്? ബാങ്കിൽ. ഇവരെന്നെ ഞുള്ളി. ഞാൻ പറഞ്ഞു, നീ മര്യാദയ്ക്കിരിക്കാൻ പറഞ്ഞു. പെട്ടെന്ന് അയാൾ ചോദിച്ചു, 50 ഉള്ളോ? ഞാൻ പറഞ്ഞു, പിന്നെ പെണ്ണു കൊണ്ടു ഉറപ്പിക്കല്ലേ. പിന്നെ അതിനല്ലേ വന്നത്. ഉറച്ചു. പുറത്തിറങ്ങിയപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, നീ എന്നാ പണിയാ കാണിച്ചു? ഞാൻ പറഞ്ഞു, നീയല്ലേ എന്നോട് 31 പറഞ്ഞു. അവൻ ചോദിച്ചു, എന്നാ ചെയ്യൂടാ? ഞാൻ പറഞ്ഞു, അതെനിക്കറിയത്തില്ല. 24 വർഷം മുമ്പാ. അതെനിക്കറിയത്തില്ല. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തമ്പുരാൻ പറഞ്ഞു, സുനിലേ ഇങ്ങോട്ട് ഊരാൻ പറഞ്ഞു. ഇങ്ങോട്ട് ഊരാൻ പറഞ്ഞു. ഞാനിങ്ങനെ സ്തോത്രമൊക്കെ പറഞ്ഞിരിക്കും. ഇങ്ങോട്ട് ഊരാൻ പറഞ്ഞു. അന്നാണ് എനിക്ക് മനസ്സിലായത്, നിങ്ങളുടെ അരപ്പട്ടയിൽ കണ്ടോ. അന്ന് എന്നെ ദൈവം ഒരു കാര്യം പഠിപ്പിച്ചു. ആണുങ്ങൾ ഒരിക്കലും എന്തിടാൻ പാടില്ല? സ്വർണ്ണം ഇടാൻ പാടില്ല. ഇവിടെ ഉണ്ടാ. അതുപോലെ 50 കഴിഞ്ഞ സ്ത്രീകൾ പ്രത്യേകിച്ച് ഉണ്ടോ? അഞ്ചി ഉണ്ടോ? കണ്ടോ, ഇത് കെട്ടി തൂക്കാൻ പാടില്ല. എന്താ കാരണം അറിയോ? ഇടരുതെന്നല്ല, ഇട്ടോ. നിങ്ങൾ ശേഖരിക്കരുത്. അതിന് കാരണം എന്താണെന്നറിയാമോ? പറഞ്ഞുതരാം. അതായത് സ്വർഗത്തിലെ അപ്പൻ ദൈവ മക്കളെ കാനാൻ ദേശത്തേക്ക് നയിച്ചപ്പോൾ മരുഭൂമി ചെന്നപ്പോൾ അവർക്ക് എന്ത് ചെയ്തു? വിശന്നപ്പോൾ അപ്പൻ എന്ത് കൊടുത്തു? മന്ന കൊടുത്തു. കരഞ്ഞപ്പോൾ മന്ന കൊടുത്തു. മന്ന കൊടുത്തപ്പോൾ അപ്പൻ ഒരേ ഒരു കാര്യം പറഞ്ഞുള്ളൂ, ആവശ്യത്തിന് നിങ്ങൾ ഭക്ഷിച്ചോ, പക്ഷെ എന്ത് ചെയ്യരുത്? ഉറക്കപ്പെട, ശേഖരിക്കരുത്. ആ വാക്കൊരു ഭയങ്കരമാണ് കേട്ടാ. ശേഖരിക്കരുത്. അവരെന്ത് ചെയ്യുന്നറിയോ ആൻറ്റി? തീറ്റ കഴിഞ്ഞപ്പോൾ നമ്മളെ പോലെ എന്ത് ചെയ്യാൻ തുടങ്ങി? പറ, ശേഖരിക്കാൻ തുടങ്ങി. പിറ്റേന്ന് ചാക്ക് തുറന്നു നോക്കിയപ്പോ എന്തായി? പറ, പുഴുവായി. ചീഞ്ഞുപോയി. ഇന്ന് നമ്മുടെ പ്രശ്നം എന്താണെന്നറിയോ ആൻറ്റി? നമ്മൾ ഈ ശേഖരിച്ചു, പുറത്തുള്ള അവരെ പോലെ ശേഖരിച്ചു വെച്ചു. ഇപ്പൊ തുറന്നു നോക്കിയപ്പോഴോ പുഴു എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇട്ടുമൂടാൻ സ്വത്തുണ്ട്, പക്ഷെ എന്തില്ല? കുടുംബത്തിൽ എന്തില്ല? സ്വസ്ഥതയില്ല. പിള്ളേർക്ക് നന്നായിട്ട് അറിയാമല്ലോ ഇതൊക്കെ. ഇട്ടുമൂടാൻ സ്വത്തുണ്ട്, പക്ഷേ എന്തില്ല? സമാധാനമില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വീട്ടില് കുടുംബ പ്രശ്നമാണ്. 1 വർഷമായുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. പെണ്ണ് CA-ക്കാരി. അവനോ എന്നെ 50,000 രൂപ സാലറി മാസം, എറണാകുളത്ത് ജോലി. കെട്ടിപ്പൊക്കിയിരിക്കുന്ന സൗദം കാണും. എന്താ സഹോദര? ഞാൻ ചോദിച്ചു. എന്തില്ല? സമാധാനമില്ല. അവൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുക. ഇതിന് കാരണം എന്താണെന്നറിയാമോ? ഇതിന് എന്താ കാരണം? എന്നെ കേൾക്കുന്നതിന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളിപ്പോഴും ജീവിക്കുന്നത് ആരെ പോലെയാണ്? പറ, അവരെ പോലെയാണ്. എന്താ ഞാൻ പറയുന്നത്? നിങ്ങളുടെ അരപ്പട്ടയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വെക്കൽ, ശേഖരിക്കരുത്. നിങ്ങളുടെ, അവരുടെയല്ല, ലോകത്തിൽ അവരുടെ പ്രത്യേകത. ഈ പുറത്തുള്ളവരുടെ പ്രത്യേകത അറിയോ? അവർക്കൊറ്റ ചിന്തയുള്ളൂ, എങ്ങനെയും എന്തുണ്ടാക്കണം? പണം ഉണ്ടാക്കണം. അതെന്ത് ചെയ്യണം? ശേഖരിച്ചു വെക്കണം. എന്നിട്ട് കുറെ ഭക്ഷിക്കണം. എന്നിട്ടോ അടിച്ചു പൊളിച്ച് ജീവിക്കണം. നിങ്ങളോട് ഞാൻ വ്യക്തമായിട്ട് പറയട്ടെ, നശിക്കും, തകരും, അതിന് മാറ്റമില്ല. ഈ പുറത്തുള്ളവരൊക്കെ തകർന്നു പ്രിയപ്പെട്ടവരെ. യേശുവിനെ സ്വീകരിച്ച മക്കൾ മാത്രം നിലനിൽക്കും. ചോദിക്കട്ടെ, നിങ്ങളാണോ അവരാണോ? വീണ്ടും നമ്മളോട് വചനം പറയുന്നു. എടുത്ത് മത്തായിയുടെ സുവിശേഷം 10:16 വായിച്ച്. 10:16.
ആരെയാണ് അയക്കുന്നു? നിങ്ങളെ. ഇന്നു മുതൽ സുവിശേഷം മൊത്തം വായിച്ചു കേട്ടോ. അവിടെ നിങ്ങളും അവരും ഉണ്ട്. നിങ്ങളെ അയക്കുന്നു. വായിച്ചു. അടുത്ത വചനം. ആരെ സൂക്ഷിക്കണം? മനുഷ്യരെ സൂക്ഷിച്ചോളും. കടുവയെ സൂക്ഷിക്കാനല്ല പറഞ്ഞത്, മനുഷ്യരെ. അടുത്ത വചനം. അവർ നിങ്ങളെ എന്തോ മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളണം. എന്നിട്ട് പറയണം അവർ നിങ്ങളെ. 5 അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. നമ്മൾ ആരല്ല സഹോദര, ആരെ സൂക്ഷിക്കാനാ പറഞ്ഞത്? അവരെ. അവർ എന്ന് പറഞ്ഞാലാണ് മനുഷ്യർ. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവരോട് ചോദിക്കട്ടെ, പറയട്ടെ, നിങ്ങൾ ആരല്ല? മനുഷ്യരല്ല. പറഞ്ഞ് മനസ്സിലായി. അതാണ് മനുഷ്യരെ സൂക്ഷിക്കാൻ പറയുന്നത്. മനുഷ്യരെ സൂക്ഷിച്ചോളും. നമ്മൾ മനുഷ്യരല്ല. ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ചോദിക്കട്ടെ, ഇപ്പോൾ മനുഷ്യരെ നമ്മളെങ്ങോട്ട് താരതമ്യം ചെയ്ത് നോക്കി, എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇല്ല. കറക്റ്റാണ്. ഇപ്പം മനുഷ്യരെക്കാളും ഗതികെട്ടു ആരോഗ്യം നമ്മൾ കേട്ടോ. കഥകൾ വ്യക്തമായിട്ട് പറയാണ്, മനുഷ്യരെ സൂക്ഷിക്കണം. അപ്പൊ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് വ്യക്തമായിട്ട് പറയട്ടെ, യേശുവിനെ സ്വീകരിച്ചവരായ ദൈവമക്കൾ ആരല്ല? മനുഷ്യരല്ല. കുഞ്ഞുങ്ങളൊക്കെ കേട്ടോണം, നമ്മൾ മനുഷ്യരല്ല. നമ്മൾ ആരാണെന്നറിയോ? ദൈവമക്കളാണ്. അതാണ് അവരും നിങ്ങളും. അപ്പം ഒന്ന് ചോദിക്കട്ടെ, ഇതുവരെയും യേശുവിനെ നമ്മൾ സ്വീകരിച്ചോ? പറ. എന്താ വേണ്ടത്? കേൾക്കുന്നില്ല. അവരാണോ നിങ്ങളാണോ? അടുത്തോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഉണ്ട്. ഞാനും നിങ്ങളെപ്പോലെ നല്ല ക്രിസ്തീയ കുടുംബത്തിൽ പിറന്നവനാണ്. എൻ്റെ അപ്പനെന്ന് പറഞ്ഞാൽ പള്ളിയിലെ കൈക്കാരൻ, കമ്മിറ്റിക്കാരൻ. അമ്മയോ മാതൃദീപ്തി എന്ന് പറഞ്ഞു, അതിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി. പള്ളി എന്ന് പറഞ്ഞാൽ അപ്പൻ, അപ്പനെന്ന് പറഞ്ഞാൽ പള്ളി. ഞങ്ങളുടെ വികാരി വെച്ച് ഞങ്ങളുടെ കുടുംബത്തെ വിളിക്കുന്നത് മാതൃകാ കുടുംബമെന്ന്. പക്ഷെ ഒരു കുഴപ്പം, പള്ളി കഴിഞ്ഞ് ഈ അപ്പനും അമ്മയും കൂടെ വീട്ടിലേക്ക് വന്നാൽ ഉള്ളുകൊണ്ട് ചേരത്തില്ല. വേറെ കുഴപ്പമൊന്നുമില്ല, ഉള്ളുകൊണ്ട്. എൻ്റെ അമ്മയാണ് തുടക്കം ഇടുന്നത്. അമ്മ വീട്ടിൽ വന്ന് സാരി മാറിയിടണ്ട, അപ്പോഴേ പറയുന്ന വാക്കിങ്ങനെയാണ്. വേറെ എത്രയോ നല്ല ചെറുക്കന്മാർ എന്നെ വന്ന് കണ്ടതാണെന്നറിയാം. അത് കേൾക്കുന്ന അപ്പം പറയും, എനിക്കൊരബദ്ധം പറ്റിയതാണ്. അപ്പം ഞാൻ ഓർക്കും, പള്ളിയിൽ ചെന്നാൽ എൻ്റെ അമ്മയുടെ നിപ്പ് കണ്ടു കഴിഞ്ഞാൽ കണ്ണ് തുറക്കണേ, കപ്പിയാർ വലിച്ചു തുറക്കണം. അത്ര ഭക്തിയാണ്. വീട്ടിലെന്തില്ല, സ്വസ്ഥതയില്ല, സമാധാനമില്ല. ഈ കുസ്തി നടക്കുമ്പോഴേക്കും പള്ളിക്ക് തൊട്ടടുത്ത് റബ്ബർ തോട്ടമുണ്ട്. അച്ഛൻ അവിടെ വരും, കൈക്കാരൻ്റെ വീട്ടിലേക്ക് കയറി വരും. ഈ കുസ്തി നടക്കുമ്പോഴേക്കും വികാരിയച്ഛൻ കയറി വരുന്നത്. അച്ഛനെ കാണുന്നത് അപ്പൻ്റെ അമ്മയുടെയും മട്ടും ഭാവമൊക്കെ മാറും. അന്നേരം എൻ്റെ അപ്പൻ നിൽക്കുന്നത് യൗസേപ്പ് പിതാവ് നിൽക്കുന്ന പോലെ. അപ്പൻ യൗസേപ്പാണ്, അമ്മ ആരാ? മറിയം. അത് നമുക്കറിയാം. അന്നേരം അപ്പൻ അമ്മയെ വിളിക്കുന്ന പെണ്ണ്, പെണ്ണേ എന്തിനാന്നൊരു കാപ്പി എടുക്കാൻ. പെണ്ണ് കാപ്പി എടുക്കാൻ പോകുന്നത് മാതാവ് എലിസബത്തിനെ കാണാൻ പോയതുപോലെ. അന്നൊക്കെ ഞാൻ ഓർത്തത് ഈ വികാരിയച്ഛൻ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ എത്രയോ നല്ലതായി. സത്യയോട് പ്രിയപ്പെട്ടവർ, അതിന് കാരണം എന്താണെന്നറിയാവോ? സത്യത്തിൽ പള്ളി പോക്കൊണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഇവർക്ക് യേശുവുമായിട്ട് എന്തില്ല? ബന്ധമില്ല. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് 83 എൻ്റെ അമ്മ ഒരു ധ്യാനം കൂടാൻ പോവുക. അന്ന് ഇതുപോലെ ധ്യാനമൊന്നുമില്ല. ധ്യാനം കഴിഞ്ഞ് വന്നപ്പം ഞാൻ ഈ അമ്മയെ ശ്രദ്ധിച്ചു. പോയതുപോലെയല്ല അമ്മ വന്നിരിക്കുന്നത്. അമ്മയുടെ മുഖത്തൊക്കെ നല്ല വെട്ടം, അമ്മ ചിരിക്കുന്നൊക്കെയുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായി അമ്മയ്ക്ക് ധ്യാനം എന്ത് ചെയ്തു? ഫലിച്ചു, ഏറ്റു എന്ന് വെച്ചാൽ അമ്മ യേശുവിനെ സ്വീകരിച്ചു, ദൈവമകളായപ്പോൾ ഞാൻ കണ്ട കാഴ്ചയാണെന്നല്ലോ, അമ്മയുടെ മുഖത്തൊക്കെ നല്ല വെട്ടം. വൈകിട്ട് ജപമാല പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞാനൊരു കാഴ്ച കണ്ടു. അമ്മ എഴുന്നേറ്റിട്ട് അപ്പൻ്റെ മുമ്പിൽ, അതായത് ഭർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് ആ കാലയിലേക്ക് വട്ടം അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ക്ഷമ ചോദിക്കുന്നു. അത് കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ലോകാവസാനത്തിന് ഇനി അധികം നാളില്ലെന്ന്. കാരണം എൻ്റെ അമ്മ നോക്കുവാന്ന് ഇന്ത്യ പാകിസ്ഥാനോട് നോക്കുന്ന പോലെ പോയപ്പെട്ടു. ശരിക്കും അമ്മയുടെ മാറ്റമാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. കാരണം അമ്മ അതുവരെ ആരായിരുന്നറിയോ? അവരായിരുന്നു, പുറത്തുള്ളവരായിരുന്നു. യേശുവിനെ സ്വീകരിച്ചപ്പോഴോ ആരായി? നിങ്ങളായി.
നിങ്ങളായപ്പോ കണ്ടോ അമ്മയുടെ ചേഞ്ച് കണ്ടോ? ഈശോയുടെ മകളായിട്ട് അമ്മ മാറി. ശരിക്കും പറഞ്ഞാൽ തലവേദന അതിപ്പിന്നെ അമ്മക്ക് ഉണ്ടായിട്ടില്ല. തലവേദന മാറി. അമ്മയുടെ മാറ്റം കണ്ടപ്പോഴാണ് എൻ്റെ അപ്പൻ ധ്യാനം കൂടാൻ കാരണം. അപ്പൻ പോയിട്ട് വന്നതോ അയ്യോ അപ്പൻ്റെ ചേഞ്ച് കാണും. അപ്പൻ്റെ അമ്മയുടെ മാറ്റം കണ്ടപ്പോഴാണ് എനിക്ക് ആഗ്രഹം ഒരു ധ്യാനം കൂടിയേക്കാം. 84 അന്ന് ഞാൻ പയ്യനാ. ഞാനിതുപോലെ ധ്യാനത്തിന് പോയിരിക്കാം. അവിടെ പോയിരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സത്യത്തിൽ ഞാൻ ആരാണ്? അവരാണ്, പുറത്തുള്ളവരാണ്. എനിക്ക് യേശുവുമായിട്ട് ബന്ധമില്ല പ്രിയപ്പെട്ടവരെ. നമ്മളും സത്യത്തിൽ അതല്ലേ സഹോദര? യേശുവുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഇതുവരെ യേശുവിനെ സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ല. ഞങ്ങളുടെ നാട്ടിലുള്ളൊരു പലഹാരമാണ് നെയ്യപ്പം. ഇവിടെയുണ്ടോ? ഇവിടെയുണ്ട്, എല്ലായിടത്തും ഉണ്ട് സാധനം. പണ്ട് ആരാണ്ടോ നെയ്യ് കൊണ്ടുണ്ടാക്കിയപ്പോൾ അന്ന് അവർ പേര് കൊടുത്തു എന്തെന്ന്? നെയ്യപ്പം. പിന്നീട് നെയ്യ് കിട്ടാതെ വന്നു, വെളിച്ചെണ്ണ ഉണ്ടാക്കിയപ്പോഴും അതിൻ്റെ പേരെന്നതാ? നെയ്യപ്പം. ഇപ്പം അത് കടയിലുണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ശുദ്ധ പാമോയിൽ കൊണ്ട്. നമ്മളതിനെ വിളിക്കുന്ന പേരോ നെയ്യപ്പമാണോ? അല്ല, അത് പാമോയിലപ്പോൾ. ഇതുപോലെ ജോസഫും മേരിയെന്നും ചാക്കോയെന്നൊക്കെ പേരുണ്ട്. ഒറിജിനലാണോ? പറ. അല്ല. ഞങ്ങളുടെ കോതമംഗലത്തുള്ള ബസ്സിൻ്റെ പേരാണ് വിശുദ്ധ അന്തോനീസ്. പച്ച മലയാളത്തിൽ വിശുദ്ധ അന്തോനീസ്. തൊട്ടു പുറകിലുള്ള ബസ്സിൻ്റെ പേരാണ് സെൻറ്റ് ജോസഫ്. കഴിഞ്ഞ ദിവസം അവിടെ വഴി ബ്ലോക്ക്, ഭയങ്കര ബഹളം. ഞാനൊരു ചേട്ടനോട് ചോദിച്ചു എന്നാ പറ്റി. അതുകൊണ്ട് ആ വിശുദ്ധ അന്തോനീസും സെൻറ്റ് ജോസഫും കൂടെ അടിക്കാനുണ്ട്. കാലം പോയ പോക്ക് കണ്ടോ? യൂസേപ്പിതാവ് ആർക്കിട്ടടിച്ചു. അതിന് കാരണം എന്താണെന്നറിയോ? ക്രിസ്തു ഇല്ലാത്തവരാരായി? പറ. ക്രിസ്ത്യാനിയായി. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നമാണ് സത്യമല്ലേ? എന്നെ ഇവിടെ ക്ലാസ് എടുക്കാൻ പഠിച്ചാലും മതി. ചേർത്തലയിൽ ആരെന്നറിയോ? SNDP-ക്കാർ വീട് വരും. ഒരു സ്വാമി രാത്രി 11 മണിയായപ്പോൾ എന്നെ വിളിച്ചു, സുനിലാണോ? ഞാൻ പറഞ്ഞ അതെ, ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഒരു ക്ലാസ് എടുത്ത് തരാമോ? ഞാൻ ചോദിച്ചു സ്വാമിക്ക് ആൾ തെറ്റിയോ? അപ്പോൾ എന്നോട് പറഞ്ഞെങ്ങാനും ACC ബൈബിൾ പ്രസംഗിക്കുന്നു. അത് ഞാനാന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറയല്ലേ, നിങ്ങളുടെ വചനം കേൾക്കാനാണ് വിളിക്കുന്നത്. ഞങ്ങളുടെ ഗുരുദേവൻ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ളവരെ വിളിക്കണോ? എന്നോട് പറഞ്ഞു കോതമംഗൽ. ഞാൻ കോതമംഗലത്താണ് താമസിക്കുന്നത്. അവിടുന്ന് ഒരു കാറൊക്കെ എടുത്തുകൊണ്ട് പോരാൻ പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ പറയുന്നത് വചനം പ്രസംഗിക്കാൻ എന്തെടുത്ത് പോരാൻ കാറ്. ഞാൻ വെളുപ്പിനേറ്റ് ചേർത്തലേക്ക് ചെന്നു. ആശ്രമം എല്ലാം കൊണ്ടു നടന്ന് കാണിച്ചു. എന്നിട്ട് എന്നോട് സ്വാമി ചോദിച്ചു, സുനിൽ ബൈബിൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല, പക്ഷെ തമ്പുരാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നതാണ്. അപ്പോഴോ അവരുടെ ലീഡേഴ്സാണ് വന്നിരിക്കുന്നത്. എല്ലാം ഹൈന്ദവരാണ് അവരുടെ ലീഡേഴ്സ്. അത്ഭുതപ്പെട്ടു പോയി ഞാൻ. 10 മണിക്ക് നല്ല ചായ, 1 മണിക്ക് ഇലക്കകത്ത് നല്ല ഊണ്, പായസം എല്ലാം കൂടെ. 10 മണിക്ക് ഇവരെ ചായക്ക് വിട്ടപ്പം ഇവർ സ്വാമിയോട് എന്ന് പറയാം, സ്വാമി ഞങ്ങൾക്ക് ഉച്ചഭക്ഷണം വേണ്ട. ഞാൻ ഞെട്ടിപ്പോയി കേട്ടാ. സ്വാമി വന്നിട്ടുണ്ടോ? സുനിലേ, അവർ പറയാം ഉച്ചഭക്ഷണം വേണ്ടെന്ന്. കാരണം ഉച്ചഭക്ഷണം കഴിക്കാൻ പോയ 1 മണിക്കൂർ പോകും, അത് ഭയങ്കര നഷ്ടമാണ്. അതുകൊണ്ട് അവർക്ക് ഉച്ചഭക്ഷണം വേണ്ടെന്ന്. ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. എന്നിട്ട് അവർ പറയാം 4 മണിക്ക് പോകുമ്പോൾ ഞങ്ങൾ കഴിച്ചിട്ട് പോകണം. ഞാൻ 25 വർഷമായി ഈ പണി തുടങ്ങിയിട്ട് ഇന്നുവരെയും ഒരു ക്രിസ്ത്യാനിയും പറഞ്ഞിട്ടില്ല ഭക്ഷണം വേണ്ടെന്ന്. ഞാനിങ്ങോട്ട് പോരുമ്പോഴും ചില ചോദിക്കുന്നത് കേട്ടു, ഉച്ചയ്ക്ക് കഞ്ഞി കാണുമായിരിക്കില്ലേ? അവര് പറയാ ഭക്ഷണം പോലും വേണ്ടത്. സത്യത്തിൽ എന്താ സംഭവം എന്നറിയോ? വചനത്തിന്റെ മുമ്പിലിരുന്നപ്പോൾ അവർക്ക് മനസ്സിലായി അവരാരാണ്. എന്നിട്ട് അവര് പറയാ ഞങ്ങൾക്ക് ഈശോയെ വേണം. എന്ത് പറയുക? ഞാനുണ്ടല്ല ക്ലാസ് എടുത്തിട്ട് മുറി വന്നിരിക്കുമ്പോൾ അവർ ക്യൂ ആയിട്ട് നിൽക്കുക എന്നെ കാണാൻ. എന്തിനാണെന്നറിയാമോ? എന്നോട് പറയാ നിങ്ങൾ പറഞ്ഞതുപോലെ ജീവിച്ചിട്ട് അടുത്ത മാസം വീണ്ടും വരാം. അതേസമയത്ത് ഞാനിതുപോലെ ബൈബിൾ പ്രസംഗിച്ചിട്ട് മുറി വന്നിരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വരും. എന്തിനാ? 8 വർഷമായിട്ട് ഇവിടെ വേദനയാണ് ബ്രദറെ, ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. പിന്നെ 5 വർഷമായിട്ട് ഇവിടെ വേദനയാണ്, ഒന്ന് പ്രാർത്ഥിക്കണം. പിള്ളേരുടെ പരീക്ഷയായി, ഒന്ന്. ഇന്നുവരെ ഒരു ക്രിസ്ത്യാനി എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ യേശു പറഞ്ഞതുപോലെ ജീവിക്കാൻ. പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് ക്രിസ്ത്യാനിയോട് സുവിശേഷം പ്രസംഗിക്കാനാണ് ഏറ്റവും കൂടുതൽ വിഷമം. ക്രിസ്ത്യാനിയോട് ഇതൊരു കഥയാണ് കേട്ടോ, സംഭവമല്ല. എൻ്റെ കൂട്ടുകാരനെ കാണാൻ ഞാൻ കട്ടപ്പന, ഇടുക്കിയിലുള്ള സ്ഥലമാണ് കട്ടപ്പനയ്ക്ക് പോവുക. വേറൊരു കൂട്ടുകാരനെ കാണാൻ ഇടുക്കിയിൽ ഇറങ്ങി. അവനെ കണ്ടിട്ട് അവിടെ നിൽക്കുമ്പോൾ അവിടുത്തെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ അച്ചായൻ അവിടെ നിൽക്കും. അച്ചായനോട് സുല്ല് അവിടെ പോവുക, ഞാൻ കട്ടപ്പനയ്ക്ക്. എന്നാ വിശേഷം? ഒരു കൂട്ടുകാരനെ കാണാൻ. അപ്പോൾ ഇവിടെ ഇറങ്ങിയതോ അത് വേറൊരു കൂട്ടുകാരനെ കാണാൻ. കണ്ടു. എപ്പോൾ ചെല്ലാം കട്ടപ്പന? ഞാൻ പറഞ്ഞു വൈകിട്ട് ചെന്നാൽ മതി. ഇഷ്ടം പോലെ സമയം. നമുക്ക് വീട് വരെ പോയിട്ട് പോകാം.
ഞാൻ നോക്കിയപ്പോൾ ഇഷ്ടം പോലെ സമയത്ത്. ഞാൻ ചോദിച്ചു എന്തോരമുണ്ട്? കുറച്ചുള്ളൂ, ഈ മല കയറി ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. ഇടുക്കിയിലൊക്കെ അങ്ങനെയാണ് കിട്ടുക. ടൗണിലേക്ക് എന്തോരം വെച്ചാൽ 2 വളവ്, ഒരു വളവ് 1.5 കിലോമീറ്ററാണ് കിട്ടുക. അതായത് ഈ മല കയറി ഇറങ്ങണം. അങ്ങനെ അപ്പനും ഞാനും കയറുന്ന വഴിക്ക് മനുഷ്യൻ പറഞ്ഞു, സുനിൽ ആദ്യമായിട്ടല്ലേ വീട്ടിൽ വരുന്നത്? അതെ, ചോറൊക്കെ കൊണ്ടിട്ട് പോയാൽ മതി കേട്ടോ, നല്ല കാര്യം. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു കിറ്റുണ്ട്. എന്നോട് പറഞ്ഞു ഗോൾഡ് ഫിഷ് എന്ന് പറയുന്നില്ല, ഗോൾഡ് ഫിഷ് ഇടുക്കി ഡാമിൽ കിട്ടുന്ന മീനാണ്, നല്ല ടേസ്റ്റാണ്. ഇത് കറി വെച്ച് ചോറിൻ്റെ ഇട്ട് പോയാൽ മതി. മീൻ കറി എന്ന് പറഞ്ഞാൽ പണ്ടേ ഞാൻ ബലഹീനനാണ്. അപ്പോഴാ ഗോൾഡ് ഫിഷ്. പക്ഷേ ഈ മനുഷ്യൻ പറഞ്ഞു, സുനിലെ ഭാര്യ വീട്ടിലില്ല, അവളുണ്ടായിരുന്നെങ്കിൽ നന്നായിട്ട് കറി വെച്ച് തന്നെ. സാരമില്ല, മൂത്ത മോള് അവളങ്ങ് നാട്ടിൽ അവധിക്ക് വന്നിട്ടുണ്ട്. വീട്ടിൽ ചെന്ന് പെണ്ണിനെ വിളിച്ചു. ഇത് സുനില് ധ്യാനിപ്പിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, ആദ്യമായിട്ടാണ് നമ്മുടെ വീട്ടിൽ വരുന്നത്. ഗോൾഡ് ഫിഷ് കിട്ടിയിട്ടുണ്ട്, മീൻ കറി വെച്ച് ചോറും കറിയും റെഡിയാക്കാൻ പറഞ്ഞു. പെണ്ണ് കിറ്റുമായിട്ട് പോയി കേട്ടാ. അപ്പനും ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നു. ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞു. പെണ്ണ് വന്നിച്ച് പറഞ്ഞു, ചാച്ചാ ചോറും കറിയും റെഡി, എടുത്തു വെക്കാൻ പറഞ്ഞു. എടുത്തു വെച്ചു. കൈ കഴുകി വന്നിരുന്നു. ഞാൻ ആദ്യം നോക്കിയത് ഈ മീൻ കറിയിലേക്ക്. നല്ല ആവി, നല്ല മണം. ഞാൻ ഉരുള ചോറ് കിട്ടി, ചാറി മുക്കി വായു വെച്ചു, നല്ല ടേസ്റ്റ്. ഞാൻ കയറി ഒരു മീൻ കഷത്തെ പിടിക്കുമല്ല, ആ കഷത്തെ തെറിച്ചു. അപ്പം ഞാനോട് തന്നെ പിടിയുടെ സ്പീഡ് കൊണ്ട് തെറിച്ചതായിരുന്നു. ചെറിയ ചമ്മലോടെ കഷം എടുത്ത് പ്ലേറ്റിനകത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ അപ്പം കയറി ഒരു മീൻ കഷത്തെ പിടിക്കുമല്ല, അത് തെറിച്ചു. അപ്പം എനിക്ക് മനസ്സിലായി പിടിയുടെ സ്പീഡ് കൊണ്ടല്ല. സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലായത്, ഇതിൻ്റെ വാലും ചെകിളയും വയറ്റിലുള്ളതും കളഞ്ഞിട്ടുള്ളൂ. ഇത് ചതമ്പല് കളഞ്ഞ് ഇത് ചെയ്തിട്ടില്ല, തേച്ച് കഴുകിയിട്ടില്ല. അപ്പം പെണ്ണിനെ വിളിച്ചു, ഇവിടെ വന്നിരുന്നു. ഇങ്ങനെയാണോ മീൻ കറി വെച്ച് നോക്കുന്നത്? കൊച്ചു ചെല്ലാൻ പറ്റിയ ആച്ചാ, നീ എന്നെ തേച്ച് കഴുകാഞ്ഞത്? കൊച്ചു ഇടുക്കി ഡാമിൽ കിടക്കുന്ന മീൻ ഇനി തേച്ച് കഴുകേണ്ട കാര്യമുണ്ട. മീനെവിടെയാണ് കിടക്കുന്നത്? ശുദ്ധജലത്തിൽ. സത്യമല്ലേ? നമുക്കും പറ്റിയ ഗതികേട് അതല്ലേ? പറ. അതെ, സത്യത്തിൽ ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടോ? പറ. ഇല്ല. അതുകൊണ്ട് ഇപ്പോഴും നമ്മൾ ജീവിക്കുന്ന ആരെ? പുറത്തുള്ളവരെ പോലെ. മടുത്തോ? ഞാൻ നിങ്ങളെ സമ്മതിച്ച് തന്നേക്കാണ് കേട്ടോ. ഈ ചൂടത്ത് ഇങ്ങനെ ഇരിക്കാന്ന് പറഞ്ഞു. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? നമുക്കൊന്ന് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയണം, ഈശോയെ സ്വീകരിച്ചവരാണോ നമ്മൾ? കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച്. തിരുവചനത്തിലൂടെ നാം കണ്ടു, അവർ തനിച്ചായപ്പോൾ 12 പേരും കൂടെയുണ്ടായിരുന്ന മറ്റുള്ളവരും ഉപമകളെ കുറിച്ച് അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ദൈവരാജ്യത്തിൻ്റെ രഹസ്യം നിങ്ങൾക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്. പുറത്തുള്ളവർക്കാകട്ടെ എല്ലാം ഉപമകളിലൂടെ മാത്രം. അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും, അങ്ങനെ അവർ മനസ്സു തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണത്. കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഓർത്തു നോക്കിക്കേ. ഞാൻ യേശുവിനെ സ്വീകരിച്ച ദൈവ മകളും മകനുമാണോ? അതെയോ പുറത്ത് അവരാണോ ഇപ്പോഴും അവനെ ഉപയോഗിക്കുന്ന, എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തെ തേടുന്ന വ്യക്തിയാണോ ഞാൻ? എന്തിനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്? ഇപ്പോഴും ഞാൻ ജീവിക്കുന്നത് സാധാരണ മനുഷ്യനെ പോലെ മാത്രം ആണോ? നിങ്ങളുടെ അരപ്പട്ടെ, അവരുടെ അല്ല, നിങ്ങളുടെ പരിശോധിച്ച് നോക്കിക്കേ. നിങ്ങളുടെ അരപ്പട്ടയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വെക്കരുത് എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരിച്ചറിയണം. നിങ്ങളുടെ അരപ്പട്ടയിൽ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മൾ ശേഖരിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കിക്കോ, നമ്മൾ പുറത്തുള്ളവരാണ്, അവരാണ്. വീണ്ടും നമ്മൾ കണ്ടു, മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളണം. അവർ നിങ്ങളെ മനുഷ്യർ, നമ്മൾ മനുഷ്യരല്ല, നമ്മൾ ദൈവ മക്കളാണ്. യേശുവിനെ സ്വീകരിച്ചവർ ദൈവ മക്കളാണ്. പരിശോധിച്ച്, മക്കളെ പോറ്റേണ്ടത് അപ്പനാണ്. അതുകൊണ്ടാണ് അപ്പം പറഞ്ഞത്, ശേഖരിക്കണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് വെച്ചാൽ അതിനർത്ഥം മിച്ചമുള്ളത് നിങ്ങളുടേതല്ല, മറ്റൊരാൾക്ക് അവകാശപ്പെട്ടതാണ്. 2 കരങ്ങളും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിക്കും. ഓർത്തു നോക്കിക്ക്, എന്തുകൊണ്ടാണ് കർത്താവ് ഇപ്പോഴും എനിക്ക് സ്വസ്ഥതയില്ലാത്തത്? എന്തുകൊണ്ടാണ് ഇപ്പോഴും സമാധാനം എനിക്ക് ലഭിക്കാത്തത്? എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറാത്തത്? ഇപ്പോഴും ഞാൻ മനുഷ്യരെ പോലെ ജീവിക്കുന്ന സാധാരണ പുറത്തുള്ളവരല്ലേ ഞാനിപ്പോഴും? കർത്താവിൻ്റെ വചനം സ്വീകരിച്ച് ദൈവ പൈതലായി ഞാൻ മാറിയിട്ടുണ്ടോ? ഇല്ല. സത്യം പറഞ്ഞാൽ ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ഇതുവരെയും ഞാൻ യേശുവിനെ സ്വീകരിച്ചിട്ടില്ല. അവനെ സ്വീകരിക്കാത്തത് കൊണ്ടോ
അവൻ്റെ വചനം എന്നിൽ ഇല്ല, ഞാനിപ്പോഴും പുറത്തുള്ള വ്യക്തിയാണ്, അവരാണ് എൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മാത്രം കർത്താവിനെ തേടുന്ന വ്യക്തി. ഈശ്വരത്തിന് മുമ്പിൽ നമുക്ക് തീരുമാനമെടുക്കാം, കർത്താവെ നിന്നെ സ്വീകരിക്കാൻ, വചനം അനുസരിക്കാൻ, കൃപ നിറയുവാൻ, അഭിഷേകം നിറയുവാൻ യേശുവേ എനിക്ക് കൃപ തരണമേ. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ. അതിനെ തുറക്കട്ടെ. പുറത്തുള്ളവരെ പോലെയല്ല, ദൈവമക്കളെ പോലെ, ദൈവമകനെ പോലെ, ദൈവമകളെ പോലെ കർത്താവേ നിന്നെ സ്വീകരിക്കുവാൻ, നിന്റേതായി തീരുവാൻ, അപ്പാ എന്ന് വിളിക്കുവാൻ ഞങ്ങൾക്ക് അഭിഷേകം തരണമേ, കൃപ തരണമേ, ദൈവിക ജ്ഞാനം തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ, ദൈവസ്നേഹം നിറയട്ടെ, കൃപ ഒഴുകട്ടെ, ജ്ഞാനം നിറയട്ടെ. ഹല്ലേലൂയ. കരങ്ങളടിച്ചുകൊണ്ട് നമുക്കൊരു ഗാനം പാടാം. ദൈവത്തെ കരങ്ങളടിച്ച് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗാനം പാടി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. നമുക്ക് ആരാകണം? അവരാണോ നിങ്ങളാണോ? നിങ്ങൾ ദൈവം മകളും മകനുമായിട്ട് മാറും. അപ്പോഴോ അപ്പായുടെ മക്കളായിട്ട് മാറും. അപ്പോഴോ അപ്പൻ്റെ എല്ലാ നന്മകളും മക്കൾക്കുള്ളതാണ്, അവർക്കുള്ളതല്ല, മക്കൾക്കുള്ളതാണ്. പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായോ? അപ്പം നമ്മൾ ആരാകണം? പറ, മക്കളാകണം. അവനെ ഉപയോഗിക്കാൻ വന്നവരല്ല, അവനെ സ്വീകരിക്കാൻ വന്നവരാണ്. അപ്പോൾ കർത്താവിൻ്റെ വചനം സ്വീകരിക്കാൻ, അഭിഷേകത്തിൽ നിറയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ ഒരു ഗാനം പാടി